മധുരദാഹം വല്ലാണ്ട് ദാഹിക്കണ്ടേ. ഇന്ന് രാവിലെ ഞാനിപ്പോ നേരത്തെ ഇവിടെ ഇല്ലല്ലോ. അവിടെ കിടക്കാനൊന്നും പറ്റില്ല. അവിടെ എട്ടുകാലിയും വേലിയൊക്കെ ചത്തിറക്കണോടത്ത് അങ്ങനെ കിടക്കാനോ. ചാച്ചൻ പോലും കിടക്കുള്ളല്ലോ. അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിലെ ഇവർക്ക് ഇപ്പൊ ഇന്ന് അവധിയാണല്ലോ മഹാനവമി പ്രമാണിച്ച്. അപ്പോൾ നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇവിടുന്ന് നമുക്ക് ഇവർക്കിട്ട് പണി കൊടുത്തേക്കാട്ടോ. വേറെ ഒന്നുമില്ല കേട്ടോ, വലിയ ജോലിയൊന്നുമില്ല. ഈ കായുടെ തൊണ്ട് കളയുക. 3 പേരെ പിടിച്ചിട്ടേക്കാം. രാവിലെ നല്ല ചപ്പാത്തിയും ബീഫ് കറിയും ഒക്കെ കഴിച്ചിട്ടിരിക്കുക കേട്ടോ. ഇനി കണ്ടില്ലേ ഇത്രയും കായ തൊണ്ട് കളയാനുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞൾ വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർ 3 പേരും അവിടെ ഇരുന്ന് പണിയട്ടെ. ആ സമയത്ത് നമുക്കിവിടെ നല്ലൊരു ജോലിയുണ്ട്. അപ്പോൾ എൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കായ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ജോലി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ, എന്നാൽ നമ്മൾ രാത്രിയിൽ ഇതാ കേര വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 8 കിലോ കേര. പിന്നെ നമ്മുടെ അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭയങ്കര നടുവേന, അത് കാരണം അടുപ്പ് മണ്ടേ കയറ്റി വെച്ചേക്കണേ കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ ഇതാ ഉരുളിയിൽ എണ്ണയും ഒഴിച്ചിട്ടുണ്ട്, കടുക് ഉലുവ പൊട്ടുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഇഞ്ചി, അതുപോലെ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇത് 3 പേസ്റ്റാട്ടോ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അച്ചാറിടലാണ് എൻ്റെ പണി. ഇത് മാത്രമല്ല, നമുക്ക് ബീഫ് അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ അരിയാനുണ്ട്, എന്തൊക്കെയോ പണികളുണ്ട്. നമ്മളിന്ന് ഫുൾ ബിസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കയറി വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. തലവേദനയൊക്കെ കുറഞ്ഞു. പക്ഷേ എന്താ പറയണേ, നമുക്ക് ജീവിച്ചു പോകണ്ടേ, പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പം ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും എന്നെ അന്വേഷിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാവരെയും അടുത്ത് വന്നോളാം. ഓക്കെ, ടാറ്റാ. അപ്പോൾ ഇവിടെ ഒരാൾ കുറവുണ്ടല്ലേ, അത് ഞങ്ങളുടെ അപ്പ കേട്ടോ. അപ്പ ഇന്നലെ വൈകുന്നേരം വന്നിട്ടാണ് ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ചെമ്മീനും അതുപോലെ ബീഫും എല്ലാം വറുത്ത് വെച്ചേട്ടോ. അപ്പോൾ ആൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പിരിവിന് വേണ്ടി പോയേക്കാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആളിൻ്റെ ഉള്ളിൽ കണ്ടേനെ. അപ്പം ആളിപ്പോൾ തന്നെ എത്തും. അപ്പോൾ എന്നോട് ചെയ്ത് തുടങ്ങിക്കോ ജിൻസി, ഞാൻ വേഗം വന്നേക്കാമെന്ന് പറഞ്ഞ് എല്ലാം അടുപ്പിച്ച് ചെന്നിട്ടാണ് പോയേട്ടോ. കുക്കിംഗ് മാത്രം ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ.